അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വന്ന് നോക്കുമ്പോൾ കൊടുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. അപ്പോൾ ഉമ്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വൈകുന്നേരത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, കുറച്ച് നന്ത്രപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ വാട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുകയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിന് ഭാവം പോയി നീച്ചിട്ടിപ്പോൾ എന്താ പറയുക, ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോയി. എന്നിട്ട് വഴക്ക് കൊടുത്ത് നുറുക്കി ഉണ്ടാക്കി, പിന്നെ കുറച്ച് തേങ്ങ ചിരകി, കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചു. എന്നിട്ട് എന്താണ് ഉമ്മ പറയുന്നുണ്ട്, നെയ്യ് വേണ്ടതായിരുന്നു, അണ്ടിപ്പരിപ്പ് വേണ്ടതായിരുന്നു, മുന്തിരി വേണ്ടതായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, മധുരം കഴിക്കാൻ തോന്നുകയാണ്. വൈകുന്നേരത്ത് നിന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ചോറ് കഴിച്ചത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നപ്പോൾ പറഞ്ഞതാ, മധുരം കഴിക്കാൻ തോന്നുകയാണ്, ആ പഴം ഒന്ന് വാട്ടിയിട്ട് കഴിക്കണം കുറച്ച് കഴിഞ്ഞാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാ. അപ്പം ഉമ്മാൻ്റെ പരിപാടിയാണ് കേട്ടോ ഇത്. കുറച്ച് തേങ്ങയും കുറച്ച് ഏലക്കായും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ആ പഴം അതിലേക്ക് ഇട്ടിട്ടാണ് മിക്സാക്കി വെക്കുമ്പോൾ മാഷാ അല്ലാ. പിന്നെ ഉമ്മാരുണ്ടാക്കി തരുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കി തന്നാലും ഒരു പ്രത്യേക രുചിയാണല്ലോ. എന്തായാലും മക്കൾ മദ്രസ വിട്ട് വരുമ്പോൾ അവർ മണം കേട്ടത് തന്നെ എന്താ ഉണ്ടാക്കിയിരിക്കണമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്പോൾ അതിന് ഇക്കായും പണി മാറ്റി വന്നു. ഉച്ചരിഞ്ഞല്ലോ. അപ്പോൾ മക്കളും ഞാനും ഉമ്മയും എല്ലാവരും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബായ്.